ഞാൻ പോയി വീടാണത്. ഉമ്മച്ചിക്ക് ഗിഫ്റ്റ് പറഞ്ഞ് കൊണ്ടുവന്നത് എനിക്ക് തന്നെ വാങ്ങാനല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നീച്ചപ്പാടനെ ഇവിടെ ഒരു നൊടിയന്തര പണിയിലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അല്ലേ ഈ ഷീറ്റ് ഒന്ന് താന്നാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം അതിൻ്റെ കയറ് പൊട്ടിയത് കേട്ടോ. എന്നാൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായില്ലേ, ആ സമയത്ത് പൊട്ടിയതാണ് കേട്ടോ. പിന്നെ അത് ഇതുവരെ ഞാൻ നേരാക്കിയിട്ടില്ല. അപ്പം ഞാനൊരു മടിച്ചിയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഇതിപ്പോൾ ഇതിലങ്ങനെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ തല തട്ടി അങ്ങനെ തലയൊക്കെ കൂത്തി ഇങ്ങനെ പോരും കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോൾ ആ കയറൊന്നും എടുത്ത് വലിച്ച് കെട്ടിയാൽ മതി. അതിനിപ്പോൾ ഒരു സമയം ഇങ്ങോട്ട് ആവണം. അപ്പം അങ്ങനെ അതിനുള്ള സമയമായത് ഇന്ന് രാവിലെയാണ് കേട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടാക്കണതിന് മുന്നേ എന്നാൽ ആദ്യം അതിൻ്റെ സമയം ഇങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് കെട്ടി റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. ഏതായാലും മുറ്റത്ത് ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ആ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് മെല്ലെ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് തലോടിച്ച് നമ്മുടെ കിളികളെ കളകളാനാദവും ഒക്കെ ഒന്ന് കേട്ടിട്ട് അങ്ങോട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ രാവിലെ ആ ഒരു പുറത്ത് കൂടെ ഇങ്ങനെ അധികം മനുഷ്യന്മാരെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ കിളികളുടെ ഒച്ചയും വിളിയും കാക്കകളുടെ ഒച്ചയൊക്കെ ആണല്ലോ അധികം ഉണ്ടാവുക. ഇതിപ്പോൾ ഇന്നലെ പെയ്ത മയക്ക് ഇന്ന് മുളച്ചെന്തിയ തവരാന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഇല്ലാതെ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ കണ്ട ഇതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറിച്ച് കളയണം, അല്ലെങ്കിൽ സിനിമോനെ എണീച്ചാൽ ഇതും കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പണി ഓൻ കണ്ടെക്കും. പിന്നെ മാങ്ങകൾ ഇങ്ങനെ വാടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചാടും കേട്ടോ. ഓരോന്നിങ്ങനെ ചാടിപ്പോണത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ മാങ്ങകൾ ചാടിയും പോകണ്ടേ, എല്ലാം ഇപ്പം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയാണ് നടക്കണല്ലേ. അങ്ങനെ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മെല്ലെ അകത്ത് കയറി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ഓട്ടടയാണ്. കുറേ ദിവസമായി ഓട്ടട ഉണ്ടാക്കിയിട്ട്. നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. നോമ്പിന് ഞാൻ ഈ വക പരിപാടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഓട്ടടയൊക്കെ ഒന്ന് ഉണ്ടാക്കിയ ഒരു പകുതി ആയപ്പോഴാണ് നമ്മുടെ സെനുമോൻ എണീച്ചു വന്നത് കേട്ടോ. ഇന്ന് പുള്ളിക്കാരനെ നല്ല മൂഡിലാണ്, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നീച്ച് വരുമ്പോൾ ഭയങ്കര അലമ്പേക്കാരട്ടോ. ഇന്നിപ്പോൾ എന്തിയാവോ കുറച്ചു നേരമായി ഇങ്ങനെ ഒരു ആലോചനയിലൊക്കെ ഇങ്ങനെ ഒരു സാവധാനമൊക്കെ ഇങ്ങനെ ആ ഒരു ഉറക്കച്ചടവൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടട കുത്തിപ്പോയ്ക്ക് ഓരോന്നോരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എത്ര നല്ല രീതിയിൽ ഓട്ടട കിട്ടിയാലും എൻ്റെ ചട്ടിയിൽ നിന്ന് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ കുത്തിപ്പോയ്ക്ക് തന്നെ വേണം കേട്ടോ. പിന്നെ അങ്ങനെ നല്ല കുട്ടിയായിരിക്കാൻ എപ്പോഴൊന്നും ഞാൻ കിട്ടൂല എന്നുള്ള ഭാവത്തിൽ ഇന്നൊരു നോട്ടം നോക്കി വെല്ല എണീച്ചു കേട്ടോ. അപ്പം ഇനി ഇവിടെ ഇതെല്ലാം വലിച്ചിടും കേട്ടോ. അപ്പം ഇനി വേഗം ഓനെ മാറ്റിയൊക്കെ ഇട്ട് അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുട്ടി ഇതാ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരെ പോയേ സിനു? ആരെ പോയേ? ഇപ്പൊ പോയോ? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് സങ്കടമായോ? ഇപ്പൊ പോയപ്പോ സങ്കടമായി കുട്ടിക്ക്? ജനുമോനുണ്ടല്ലോ, പെരുന്നാളിൻ്റെ അന്ന് വെയിലും കൊണ്ട് ഇങ്ങനെയുള്ള പോക്കും പിന്നെ കുടിയിൽ പോയി ഒന്ന് വെള്ളം മാറി അതൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു കഫക്കെട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. 2 ദിവസം മുന്നേ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഏകദേശം ഇങ്ങനെ മാറി വരേന് കേട്ടോ. അപ്പം ഇന്നലെ കുഞ്ഞുട്ടി 7up കൊണ്ടുവന്നിട്ടുണ്ടേനെ. അപ്പം നിയമോളും അജും എന്നെ കാണാതെ അത് സ്നേഹിച്ച് കുട്ടിക്ക് കുറച്ച് കൊടുത്തും ചെയ്തു കേട്ടോ. അതോടുകൂടി കഫക്കെട്ടിൻ്റെ ഒരം കുറച്ച് കൂടിയാണ്.
പിന്നെ ഞാനൊന്ന് വെയിലൊക്കെ ഒന്ന് വന്നപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഒന്നരാടം കാറ്റ് മഴ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെവിടുത്തെ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ വേനൽക്കാലമാണെങ്കിലും പകല് നല്ല വേനലും ചില ദിവസം ഒരു ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്നലെ കാറ്റിന് ഇത്രയേരം മാങ്ങകൾ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ ചെറുതാകുമ്പോൾ തന്നെ വാടിച്ചാടി പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമാണ്. നമ്മളിങ്ങനെ വലിയതാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. പിന്നെ നിയക്കുട്ടിന്റെ പതിവ് പല്ലവി ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടിയിട്ടാണെങ്കിൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവിട്ടോ. ഓൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയൊരു ലേസ് അത് ഉമ്മച്ചിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ലേസും പിന്നെ കുറച്ച് ഓള വക വേറെ വരക്കലും കുത്തലും ഒക്കെ ആയിട്ട് ഏതായാലും സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേന് റഫ് ബുക്കിന്റെ കഥയൊക്കെ കഴിയൂട്ടോ. അമ്മാതിരിയാണ്. ഇന്നെ കാണാതെ ഞാൻ പറഞ്ഞാലും വീണ്ടും ചിലപ്പോൾ എന്നെ കാണാതെ ഇങ്ങനെ പേപ്പറൊക്കെ പറിച്ച് അങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഫോണുമ്മക്ക് ഇങ്ങനെ മണ്ടണിയിലാറ് നല്ലതാണല്ലേ, കുറച്ച് പേപ്പർമലൊക്കെ കളിച്ചിട്ടെ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഞാനങ്ങോട്ട് കണ്ണടക്കും. അങ്ങനെ ഞാൻ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ തീമിട്ടിക്കണം കേട്ടോ. നമ്മൾ കറിവേപ്പൊക്കെ ഇപ്പോൾ ഇടക്കും തലക്കൊക്കെ മഴ ഉള്ളതുകൊണ്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പാടി ഉണങ്ങി ഇതായിനി കേട്ടോ. ഇപ്പം ഇങ്ങനെ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അധികം ഒടിക്കലില്ല കേട്ടോ. നമ്മളെ കുടിക്കലിന് ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. എന്നാലും ഞാൻ കറികൾക്കൊക്കെ പോയിട്ട് അപ്പം അപ്ലൈ പറിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ അങ്ങനെ ഇടും. ഇനിയിപ്പോൾ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ഇതുണ്ടായിനി കേട്ടോ, മുരിങ്ങക്കായ. അപ്പോൾ കുഞ്ഞുട്ടി പണിക്ക് പോണ സമയത്ത് ഇങ്ങനെ ഒരു ഇതൊക്കെ വെട്ടുമല്ലോ, ടച്ചൊക്കെ വെട്ടുമല്ലോ, അങ്ങനെ ആ സമയത്ത് കുറച്ച് മുരിങ്ങക്കായ കിട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് മുരിങ്ങക്കായും പിന്നെ കുറച്ച് പരിപ്പും ഉണ്ട്, അതും ഇട്ടൊരു കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കുട്ടിയും ഒരു മുരിങ്ങക്കായൊക്കെ എടുത്തിട്ട് ഓനക്കൊരു കത്തി ഉണ്ട് കേട്ടോ. ആ കത്തി കേക്കൊക്കെ മുറിച്ചിട്ട് ആ ഒരു കത്തിയില്ലേ, അതാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇറക്കി ആയിക്കൊണ്ട് ഇരുന്നതുള്ളൂ കേട്ടോ. അതിപ്പോൾ എന്നെ പറ്റിക്കണ പരിപാടിയാണെന്ന് മനസ്സിലായപ്പോൾ ഓനത് അവിടെ ഇട്ടിട്ട് വേറെ പണിക്ക് പോയിട്ടുണ്ടേന് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ കുറേ നേരമൊന്നും ഒരു പണിയുമ്പോൾ കുത്തിരിക്കാനൊന്നും ഞങ്ങൾ കിട്ടൂല കേട്ടോ. ഏറെ എന്നൊരു 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിക്രസുമണിയൊക്കെ തിരഞ്ഞ് ഞങ്ങൾ പോകും. അതിൻ്റെ ഇടയ്ക്ക് നീയക്കുട്ടി നാളെ മദ്രസ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ മദ്രസ ഇപ്പോൾ തുറന്നിട്ട് 2 ദിവസമായി. അപ്പോൾ മദ്രസ തുറക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നീയക്കുട്ടി 2ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ ജയിച്ചത്. അപ്പോൾ 3ാം ക്ലാസ്സിക്ക് ജയിച്ച ഒരു കുട്ടീൻ്റെ ബുക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പഴയ ബുക്ക് കിട്ടാണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ പിന്നെ പുതിയത് പൈസ കൊടുത്ത് വാങ്ങണ്ടേ. അപ്പോൾ പിന്നെ പഴയ ബുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ അത് വാങ്ങാൻ പോയതാണ് കേട്ടോ നീയക്കുട്ടി. പിന്നെ നീയക്കുട്ടി പെരയിൽ ബനിയനിട്ടൊക്കെ നടക്കും കേട്ടോ. ഓക്ക് ഭയങ്കര ചൂടും പുകൻ്റെ ആളാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഉപ്പായിടുമ്പോൾ 4 വൈക്കും കാറ്റ് കയറുമല്ലോ, അതാണ് ഇപ്പോൾ ഓളെ എവിടെ കൊണ്ടുപോയിക്കണം, തട്ടിൽ കുത്തി കീറാത്തോട്ട് കൊണ്ടുവച്ചു, അടിയിൽ കൊണ്ടുവച്ചു. അപ്പൊ അഫിമോളോട് ബുക്ക് വേണ്ടോ? അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ വേഗം കറി ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം മൺചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങക്കായും പിന്നെ ഒരു തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മൺചട്ടിയിൽ ഇട്ടുണ്ടാക്കാം കേട്ടോ. തേങ്ങ അരച്ചിട്ടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്, തേങ്ങ അരക്കാതെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്ത് പിന്നെ ഇനി പൈക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് പച്ചമുളക് ചേർക്കണം. അതിന് പോയതാണ് കേട്ടോ. പച്ചമുളക് ഫ്രിഡ്ജിലേനി. പച്ചമുളക് ഞാൻ നെട്ടി കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ബോക്സിലാക്കി വെക്കും കേട്ടോ. ഇങ്ങനെ വെച്ചാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ. ഇപ്പോൾ അതാ ഈ ചുമന്ന കണ്ണി മുളകൊക്കെ അല്ലേ, ഇതൊക്കെ ഇപ്പം എന്നത്തെയാ 1 മാസം മുന്നത്തെ മുളകൊക്കെയാണ്. പക്ഷേ ചുമന്നിട്ടുള്ളെങ്കിലും അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചുമന്ന മുളക് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒഴിക്കാൻ പറ്റൂലേ, ചൂടായാൽ അപ്പം ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്തല്ല ഗ്യാസുമ്മലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് ചോറ് വന്നിട്ട് കുറച്ച് നേരമായി തീയൊക്കെ കെട്ടിക്കണം കേട്ടോ. അപ്പം ഇനി വീണ്ടും കത്തിച്ചെടുക്കാനുള്ള ഒരു മടി കാരണം ഞാൻ വേഗം ഗ്യാസും വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് വേറെ എന്തെങ്കിലും ഒന്നും കൂടി വേണമല്ലോ. അപ്പം ഞാൻ രാവിലെ ഏതായാലും ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയില്ലേ, അപ്പോൾ ഒരു മാങ്ങാ ചമ്മന്തി കൂടി ആകാമെന്ന് വിചാരിച്ചു. മാങ്ങാ ചമ്മന്തി ഉണ്ടായാൽ അത് മാത്രം മതിയല്ലോ, പിന്നേക്ക് വേറൊരു കറിയോ പൊരിയോ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പം ഇല്ലിയിലുള്ള വലിയ മാങ്ങ നോക്കി ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞ് വന്നപ്പോൾ അത്
കേടേനി, ഒരു നല്ല പോലെ വാടി ഉള്ളൊക്കെ കേട് വന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ചാടിയ 2-3 ഫ്രഷ് ആയിട്ടുള്ള ചെറിയ മാങ്ങകളുണ്ട് കേട്ടോ. പറ്റ കണ്ണി മാങ്ങയല്ല, എന്നാൽ വലിയ മാങ്ങ ആയിട്ടുമില്ല, അങ്ങനത്തെ 2-3 അപ്പൊ പിന്നെ ഓല ചെത്തി കൂട്ടിയിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ചമ്മന്തി തേങ്ങ ഇല്ലാത്ത ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിക്കാരം. പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ, ചിലപ്പോൾ ആ ഇഞ്ചി പീസ് അതേപോലെ അവിടെ കിടക്കും. അപ്പൊ പിന്നെ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മാങ്ങന്റെ ആ ഒരു അണ്ടിയൊക്കെ ചെറിയ മൂത്തിട്ടൊന്നും ഇല്ല ഇനി കേട്ടോ, ഇങ്ങനെ മുറിച്ചിടാൻ ഉഷാറായിട്ട് ആ ഒരു രീതിയിൽ ഇനി കേട്ടോ. അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് വേഗം ചമ്മന്തി ആക്കി എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കിൻ്റെ കുട്ടിക്ക് ഇവിടെ എന്താ നല്ല പണിയിലാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി എന്നെ സഹായിക്കണം കേട്ടോ. ഇത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഓരോരോ മൂഡ് വരണം കേട്ടോ. ആൾക്ക് ഇങ്ങനെ തോന്നണം, എന്നാൽ പിന്നെ ആള് ഉഷാറാക്കി കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കി തരും. കുറച്ചധികം സോപ്പും വേണം, കുറച്ച് വെള്ളം വേണം. പിന്നെ അതുമല്ല അവിടെ ആകെ വെള്ളം ഒഴിച്ച് അലമ്പാക്കും കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ കരുതി വെള്ളമൊക്കെ ഒഴിച്ച് പാത്രം കഴുകണ സ്ഥലങ്ങളല്ലേ, അവിടെയൊക്കെ അങ്ങോട്ട് വെള്ളത്തിൻ്റെ കോലാഹലമാക്കൂട്ടോള്. അപ്പൊ ഞാൻ നമ്മുടെ മുരിങ്ങാക്കായൊക്കെ വെന്തന്നിപ്പോൾ പരിപ്പ് വേവിച്ചൊക്കെ ഇട്ട് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഇനി വേഗം ഒന്ന് കടുകും കൂടി ഇട്ട് കൊടുക്കട്ടെ. കടുകിട്ടു, കറിവേപ്പിലിട്ടു, പിന്നെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. അപ്പം നമ്മുടെ കറി റെഡിയായി, പിന്നെ ചമ്മന്തി റെഡിയായി. അപ്പം അത് മാത്രമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിയമോള് പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് ഇവിടെ കുരച്ച് നന്നാക്കി വൃത്തിയാക്കണം കേട്ടോ. അപ്പം ചമ്മന്തി ഇപ്പോഴാണ് കേട്ടോ റെഡി ആയത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ എന്താ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം മാങ്ങാ ചമ്മന്തി തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിക്കാറ് കേട്ടോ. പിന്നെ ചെമ്മീനും വാങ്ങിയിട്ട് ചമ്മന്തി അരക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാനിവിടെ അടുത്തുള്ള കടയിൽ പോയി പറഞ്ഞയച്ചപ്പോൾ അവിടെ ചെമ്മീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണക്ക ചെമ്മീനും കൂട്ടി ഇങ്ങോട്ട് അരക്കണം. വായിൽ വെള്ളം വന്ന് നിറഞ്ഞു. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നീയക്കുട്ടി ഒക്കെ ബേസണൊക്കെ കവുത്തി വെച്ചതേനി കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് ഇനി ബാക്കി എൻ്റെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. ഓൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 3-4 പാത്രങ്ങളൊക്കെ കഴുകി തന്നിട്ടുണ്ടേനു. അപ്പം ഇനി ഞാൻ വേഗം ബാക്കിയുള്ള എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ പിന്നെ തുണികളൊക്കെ രാവിലെ തിരുമ്പിയിട്ടിട്ടുണ്ടേനി കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ വേഗം എടുത്ത് വെക്കുകയാണ്. ഉണങ്ങാത്തൊക്കെ പിന്നെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്താൽ കുറച്ച് കഴിയുമ്പോഴത്തേന് അതും ഉണങ്ങി കിട്ടും. അങ്ങനെ പിന്നെ തുണികളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ബേസൺ വെക്കണ ഈ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കമ്പിച്ചണ്ടിയൊക്കെ ഒന്ന് ഒരന്തിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു വൃത്തി കിട്ടൂല കേട്ടോ. ഒരു കറുത്തിരുന്നിങ്ങനെ നിൽക്കും ആ ഒരു ഭാഗം. പിന്നെ അതേപോലെ തന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഉള്ളിലൊക്കെ നിറച്ച് ചളികളൊക്കെ തെറിച്ച്, മഴയൊക്കെ പെയ്ത് ചളിയൊക്കെ തെറിച്ച് അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികൾ ഇവിടെ നിന്ന് വെള്ളം പോയി കൂട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ചളിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തെറിച്ച് ചെല്ലും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കിയൊക്കെ എടുക്കുകയാണ് ഞാൻ. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിന്ന് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഞാനിത് എങ്ങനെ കൗത്തി പിടിച്ചാലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം കിട്ടൂല. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കൗത്തി പിടിച്ച് കളയുമ്പോൾ ഫുള്ള് വെള്ളം പോയിക്കോളും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തുടച്ചെടുക്കാനൊക്കെ നിൽക്കണം. അപ്പം അവിടെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗം ക്ലീനൊക്കെ ആക്കി എടുത്തിക്കണം കേട്ടോ. 2 ദിവസം കാണാനുണ്ടാവും, നല്ല ഭംഗിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. കഴിഞ്ഞാൽ വീണ്ടും അലമ്പാവും. ഇനിയിപ്പോൾ ഗ്യാസും ഒക്കെ ഒന്ന് അകം തുടച്ചിട്ടില്ല, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി വേഗം ഒന്ന് അടിച്ചു വാരലും തുടക്കലും ഒക്കെ, അടിച്ചു വാരൽ കഴിഞ്ഞിരിക്കണ്, തുടക്കലും കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ. പിന്നെ നിയമോളും സെനിമോനൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നിയമോൾ ഇന്ന് അധികം പുറത്തൊന്നും പോയിട്ടില്ല. ഇന്നിങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ ഓരോ പണികളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ സെനിമോനും കൂടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ കളിച്ചാനുണ്ടായാൽ പിന്നെ ഓനും അങ്ങനെ ഓടിപ്പോണം, അങ്ങനെ മുറ്റത്ത് കൂടെ മണ്ടണം എന്നുള്ള അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആരും ഇവിടെ അല്ലെങ്കിലാണ് ഞാൻ ഒറ്റക്കാകുമ്പോൾ എൻ്റെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ളതിൽ പിന്നെ ഓട്ടം തന്നെ ഇരിക്കാറ് കേട്ടോ. പിന്നെ എനിക്കും തന്നെ എൻ്റെ ഒരു പണിയെടുക്കൽ നടക്കില്ല.
അപ്പം ഇന്ന് ഏതായാലും നല്ല കുട്ടിയായിനും. അപ്പോൾ ഡെയിലി ഒന്നും ഞാൻ ഗ്യാസ് സോപ്പിട്ടൊന്നും കേൾക്കില്ല കേട്ടോ. ഒന്നരാടം ഒക്കെ കൂടുമ്പോൾ പിന്നെ നല്ലപോലെ എണ്ണമൈക്കൊക്കെ മീൻ ഫ്രൈ ആക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആകെ തീർച്ചുമല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ സോപ്പൊക്കെ ഇട്ടുന്ന് വൃത്തിയായിട്ട് കഴുകും. പിന്നെ നമ്മൾ എവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ തുടച്ച് വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിതാ ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഓരോ പണി ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ, രണ്ടാളും പാടെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ തുടക്കൽ കഴിഞ്ഞ് ഇനി മൊത്തമായിട്ടൊരു അകം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. പുതിയ മോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് ഒരു ഇതുണ്ടാക്കീനല്ലോ, പുതപ്പൊക്കെ കീറിയിട്ട്. അതൊരു 2-3 മാസമൊക്കെ നിന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അത് പച്ച അലമ്പായി എങ്ങോട്ട് തുടക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ ഞാൻ പുതിയത് വാങ്ങിയിട്ടോ. അപ്പം ഇപ്പം ആ മോപ്പ് വെച്ചിട്ടാണ് ഞാൻ തുടക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് തരണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.